ഷെൽട്ടർ ഹോമിലെ അന്തേവാസിയായ കൗമാരക്കാരനെ ക്രൂരപീഡനത്തിനിരയാക്കിയ സ്ഥാപനത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരി രംഗത്ത്. ചെല്ലാർകോവിൽ സ്വദേശി ലിൻസിയാണ് ഈ സ്ഥാപനത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഈ സംഭവം കുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചത് ലിൻസിയായിരുന്നു. ഇതേ തുടർന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി ലിൻസി ആയിരിക്കുമെന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി നിർബന്ധിച്ച് ഒപ്പിടിച്ച ശേഷം ഭീഷണി മുഴക്കി ഇവിടെ നിന്നും പറഞ്ഞു വിടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ലിൻസി കട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കട്ടപ്പനയിൽ ലിൻസി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ഞാൻ ഇവിടെ മെയ് മാസം 16-ാം തീയതി. അപ്പം അങ്ങനെ അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ കാണുന്നത്. അപ്പം എനിക്ക് ഇച്ചിരി ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു ഞങ്ങളിവിടെ ഒരു സഭയിലോട് ചേർന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഇവിടുന്ന് പത്തനംതിട്ട ടൗണിലൊരു 5 ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങിന് ചെന്നു. ഉച്ചയ്ക്ക് ശേഷം പാസ്റ്ററെ കണ്ടു. പാസ്റ്റർ പറഞ്ഞു നീ ജോബ് റിസൈൻ ചെയ്ത്, ഞാൻ എറണാകുളത്ത് ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞു. ഞാനത് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് അന്ന് തൊട്ട് അവരുടെ ഓഫീസിൽ എഡിറ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു, വീഡിയോസ് എഡിറ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ എന്തോ അക്സെപ്റ്റഡ് അല്ലായിരുന്നു. കാരണം ഫുഡ് ശരിയല്ല. പിന്നെ അവിടുത്തെ എല്ലാവരുടെയും രീതി, നമ്മളവിടെ ഒരു ഭരണത്തിൻ്റെ അടി കൊണ്ടിട്ടേക്കുന്നത്. അതായത് അവർ പറയുന്നത് കേട്ട് നമ്മൾ അവിടെ നിൽക്കേണ്ട ഒരവസ്ഥയാണ്, അടിമയായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ. അപ്പം ഫുഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ തലേ ദിവസത്തെ ഫുഡ് നമുക്ക് പിറ്റേ ദിവസം കൊണ്ടുതരും, വൈകിട്ട് കൊണ്ടുതരും, കറിയെല്ലാം ചൂടാക്കി അങ്ങനെ കൊണ്ടുതരുമായിരുന്നു. ഫുഡിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ പാസ്റ്ററോട് ഇത് കംപ്ലൈൻറ്റ് ചെയ്തു. പാസ്റ്റർ പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പാസ്റ്റർ അമേരിക്കയിലെ 2-3 പേര് വന്നപ്പോഴത്തേക്കിന് അവരുടെ കൂടെ വന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ കൊച്ചിന് ഇഷ്യൂ വരുന്നത്. ഇവനെ രാത്രി പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അവിടെ. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നാ സംഭവം. ഇത് പുറത്തോട്ട് അറിയത്തില്ലാത്ത രീതിക്ക് റൂമിനകത്ത് ഇട്ടാണ് ഇവർ അടിക്കുന്നത്. ഭയങ്കരമാണ് അവിടെ. റെജി എന്ന് പറയുന്ന പുള്ളി മാനേജറാണ്. സിജോ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നില്ല. അവിടെ ബെന്നി കിച്ചണിലെ ആളാണ്. അപ്പോൾ ബെന്നിയും സിജോയുമാണ് മെയിനായിട്ട് ഇവനെ പിടിച്ച് അടിക്കുകയോ ചെയ്തത്. അപ്പം ഇതെല്ലാം കണ്ടു. അന്ന് വൈകിട്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ കാലൊക്കെ അടിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞു ചേച്ചി എൻ്റെ അമ്മേനെ ഒന്ന് വിളിക്കണം, ഫോൺ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ കൊടുത്തു. വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു അമ്മ ഫോൺ എടുക്കുന്നില്ല ചേച്ചി, വിളിക്കുവാണെന്ന് പറഞ്ഞാൽ മതി തോന്നും. അവന് ഞാൻ നോക്കാം, ഞാൻ വിളിക്കാം, ഞാൻ വീട്ടിൽ വിളിച്ച് പറയാടാന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ഞാനത് കഴിഞ്ഞപ്പോൾ എല്ലാ ആൻറ്റിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആൻറ്റിക്ക് വാട്സപ്പിൽ ഇവൻ്റെ ഫോട്ടോസ്, ഇവനെ അടിച്ച് പൊട്ടിച്ച പാട് സഹിതമുള്ള ഫോട്ടോസ് ഞാൻ വാട്സപ്പ് ചെയ്തു. എന്നിട്ട് ആൻറ്റി അടുത്ത് ഞാൻ പറഞ്ഞു ആൻറ്റി മെസ്സേജ് അഥവാ അന്ന് കാണുമല്ലോ, ഞാൻ അർജൻറ്റായിട്ട് കോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അന്നേരം രാത്രി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു കോച്ചിനെ കൊല്ലാനായിട്ടാണ് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പറ, വേറെ എവിടെയേലും കൊണ്ട് അതിനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. കാരണം അവനെ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. കാരണം ആ പെട്ട് തള്ളയ്ക്ക് അതിൻ്റെ വേദന എന്നാവുമെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ആൻറ്റി പറ, ഇല്ല വന്ന് കൊച്ചിനെ വന്ന് ജീവനോടെ വേണം കൊച്ചിനെ വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ കൊച്ചിനെ രാവിലെ ആകുമ്പോൾ ഒരു 3-4 പേരുണ്ട്. 3-4 പേരെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പണിക്ക് കൊണ്ടുപോകുന്നത്. പ്രായപൂർത്തിയാകാത്ത പിള്ളേരെ കൊണ്ടുപോയി പണിയെടുപ്പിക്കുക, അവിടുത്തെ ഓരോ പണികൾ ചെയ്യുക. സ്റ്റാഫ് അടിസ്ഥാനത്തിലാണ് ആ പിള്ളേരെ അവിടെ നിർത്തിയേക്കുന്നത്. പഠിപ്പിക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഇവർ വാഗ്ദാനം മാത്രമേ തരുള്ളൂ. ഇവരെന്തിനാ സ്ഥാപനം നടത്തുന്നത്? പ്രായമുള്ള അമ്മച്ചിമാർക്ക് നല്ല ഫുഡ് കൊടുക്കുന്നില്ല, സമയത്തിന് മരുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. അമ്മച്ചിമാർ കരഞ്ഞുകൊണ്ട് എന്നോട് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നീ എന്തിന് ഇവിടെ വന്ന് കിടക്കും, നീ നരകത്തിൽ നിന്ന് മോൻ കരകയറി പോകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ഇഷ്യൂസ് കഴിഞ്ഞ് ഇവനെ കൊണ്ടുപോയതിന് ശേഷം അന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. വെളുപ്പിനെയൊക്കെ ഇവർ വന്ന് അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഞായറാഴ്ച പാസ്റ്റർ അവിടെ വന്നു. പാസ്റ്റർ ഫാമിലിയായിട്ട് നൈറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇട്ട് കൊടുത്തതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാ ഇട്ട് കൊടുത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ചെവിക്കൽ അടിച്ച് പറിക്കണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ കൊച്ചിനെ ഇതുപോലെ ക്രൂരത ചെയ്തു, എനിക്ക് അതിനകത്ത് ഇവൻ എന്നെ ഇഷ്യൂ ഉണ്ടാക്കി അവിടെ വന്നതെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. എന്നോട് പലതവണ ഇവരെന്നോട് പറഞ്ഞു വിലക്കിയിട്ടുണ്ട് അവരുമായിട്ട് കൂട്ടരുത്. കാരണം ഇവിടെയുള്ള പിള്ളേരെ ചരിത്രം നിനക്ക് അറിയത്തില്ല, ബാക്ക്ഗ്രൗണ്ട് നിനക്ക് അറിയത്തില്ല, നീ വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തി സ്നേഹവും കെയറിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇവർ അതിൽ നിന്ന് മാറി വരുള്ളൂ. ഇവിടെ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ സ്നേഹം കൊടുക്കും കെയറിങ്ങൊക്കെ ഒന്നുമല്ല, ഇവർ അടിമപ്പണി ചെയ്യിക്കും അവിടെ ഇട്ടുണ്ട്. അതുപോലെ പ്രായഭേദമന്യേ എല്ലാവരും ഉപദ്രവമാണ്. ഇതെന്ന് പറയുന്നത് 40-ഓളം കേസിൽ പ്രതിയായിരുന്നു. അവരെയാണ് അവിടെ കൊണ്ട് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ചുമ്മാ കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ല അവിടെ കൊണ്ട് വഴക്കുണ്ടാക്കുന്നത്. ഇത് ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യമാണ്.
കുട്ടികളെ മാത്രമാണോ ഉപദ്രവിക്കുന്നത്? എന്തോ കുട്ടികളെ മാത്രമാണോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പ്രായവരെ ഉപദ്രവിക്കാറുണ്ട്. അമ്മച്ചിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി അവിടെ നിർത്തിയേക്കുന്നത്. അമ്മച്ചിമാരെന്ത് പറഞ്ഞ കാര്യം ഇതൊക്കെ. ഒരു ഷുഗർ പേഷ്യൻ്റ് ആയുള്ള അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിക്ക് രാവിലെ കട്ടൻ ചായ എല്ലാം കൊടുക്കുന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ വന്നിട്ട് അതും വിളക്കി. സമയത്തിന് നല്ല രീതിക്കുള്ളൊരു ഫുഡ് അവിടെ ഇല്ല. സത്യം പറയുവാണെങ്കിൽ നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു ഫുഡില്ല. ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അത്രയും വയ്യാതെ കിടന്നിട്ട് ഒരു അമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഇവരോട് പറയുമ്പോഴത്തേക്കും ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകും. ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ റൂം മേളിലാണ്, ഇവര് താഴത്തെ നിലയില്ല. റൂമിന് ഈ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ. കൊച്ചിന്റെ രാത്രിക്ക് എങ്ങാണ്ടാണ് ഇത് അടിക്കുകയാണ് ചെയ്തത്. അപ്പം അവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പുള്ളിക്കാരിയുണ്ട് അവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചി എൻ്റെ റൂമിലാണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, എടി ഇന്നപോലെ ആ കൊച്ചിനെ പിടിച്ച് അടിക്കുകയും കണ്ട് ചെയ്തു, ചൂരിലെടുത്തോണ്ട് റൂമിലോട്ട് കയറുന്ന കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അതിന് മാത്രം തെറ്റവനൊന്നും ചെയ്തു. അതിന് മുമ്പ് വരെ വന്ന് എന്നോട് വർത്താനം പറഞ്ഞിട്ട് പോയ കൊച്ചാണ്. വർത്താനം പറഞ്ഞ ചേച്ചി ഞാൻ പോയി കുളിച്ചിട്ട് കയറി വരാമെന്ന് പറഞ്ഞ് പോയവനാണ്. അവനെ പിടിച്ചിങ്ങനെ തള്ളി കാര്യമില്ല, തല്ലത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന മോഷണക്കുറ്റം വന്നു. പക്ഷെ ആ മോഷണം എന്ന് പറയുന്ന സംഭവം ഇവര് തെളിവില്ലാതെ ഒരു കൊച്ചിനെ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ചേച്ചി ഓഫീസ്, ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലെ ഓഫീസിൽ കയറി നോക്കിയപ്പോൾ ചൂരിലിരിപ്പുണ്ട്. ആ ചൂരിൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ആ രീതിക്കാണ് ആ കൊച്ചിനെ ഉപദ്രവിച്ചത്. 17-കാരനെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഇവർ 4 പേരും ഒളിവിൽ പോയിരിക്കുകയാണ്. സംഭവത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഇടപെടുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകർ സംഭവ സ്ഥലത്തെത്തുകയും പഞ്ചായത്ത് അധികൃതർ സ്ഥാപനത്തിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.